എപ്പോഴാണ് എടുക്കുന്നത്? നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് അടിച്ച് പൊളിച്ച് എഴുതാനുള്ളതാണ് അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ടിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നോക്കിക്കേ, പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത്? അതായത് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് നിങ്ങളുടെ സ്കൂളിൽ. ആ പരിപാടിക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ എഴുതും എന്നുള്ളതാണ് മിസ് പറയുന്നത്. നോക്കിക്കേ, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ജന്നത്ത് കെ ബച്ചിയില്ലേ, ആ ഫിലിം ഒരു ഇറാനി ഫിലിം ഉണ്ടായിരുന്നു അല്ലെ. ആ ഇറാനി ഫിലിം എന്ത് ചെയ്യാണ്? മക്കളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ അതിനെല്ലാരെയും ക്ഷണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന് നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. നോക്കിക്കേ, ആപ്കി സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബ് കെ നേതൃത്വമേ, ഏത് ക്ലബാണ്? ഹിന്ദി ക്ലബാണ് തന്നിട്ടുണ്ട് അല്ലെ. ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തില് ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന നാമക് എന്ന് വെച്ചാണ് പേരുള്ള ഇറാനി ഫിലിം, ഏത് സിനിമയാണ്? ഇറാനി സിനിമ എന്ത് ചെയ്യുന്നുണ്ട്? പ്രദർശൻ ഹോനെ വാലാ ഹേ, പ്രദർശിപ്പിക്കാൻ പോവാണ്. ഇസ്കി സൂചന ദേത്തെ ഹുവേ, ഈ പ്രദർശനത്തിന്റെ സൂചന കൊടുത്തുകൊണ്ട് പോസ്റ്റർ തയ്യാർ കരെ, പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റർ വരികയാണെങ്കിൽ ആദ്യം എന്താണ് നടക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫിലിം ക പ്രദർശനാണ്. ഇവിടെ തന്നെ ഉണ്ട് പകുതി ആൻസർ. പോസ്റ്ററിന്റെ പകുതി ആൻസർ എവിടെ ഉണ്ടാവും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. മക്കൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം മതി കേട്ടോ. നോക്കിക്കേ, ഫിലിം ക പ്രദർശൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഫിലിം ക പ്രദർശൻ എന്നോ അല്ലെങ്കിൽ ഫിലിം പ്രദർശൻ എന്നോ നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കുകയാണെന്നോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുക ആദ്യം. എന്നിട്ട് ഏത് സിനിമയാണ് പ്രദർശിപ്പിക്കുന്നത്? ജന്നത്ത് കെ ബച്ചെ, അത് കുറച്ച് വലുപ്പത്തിൽ അങ്ങ് എഴുതി വെക്കുന്നു മക്കള്. എന്നിട്ട് അത് എഴുതിയിട്ട് എന്ത് ചെയ്യാ? നിങ്ങൾക്ക് അതിനെ കുറിച്ച് എക്സ്ട്രാ പോയിന്റ്സ് അറിയെങ്കിൽ മിസ് പറഞ്ഞിട്ടുണ്ട്. ജന്നത്ത് കെ ബച്ചെ പറഞ്ഞ സിനിമ ആരുടെയാണ്? നമ്മുടെ മാജിദ് മജീദിയുടെ ആണ്. അത് വേണമെങ്കിൽ മക്കൾക്ക് പഠിച്ചു വെക്കാം. വേണമെങ്കിൽ എന്നല്ല, അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പോസ്റ്റർ വരികയാണെങ്കിൽ മക്കൾ അത് എഴുതി വെച്ചാൽ ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. അപ്പൊ എന്താണ്? മാജിദ് മജീദിയുടെ ഫിലിം ആണെന്ന് എഴുതി. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം. നമ്മൾ സിനിമ നടത്തുകയാണ്. അപ്പൊ സിനിമയ്ക്ക് ഏത് ദിവസമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, ഏത് ടൈമിലാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേണം അല്ലെ. അപ്പൊ നോക്കിയേ, ഒരു ഡേറ്റ് മക്കൾ ഇട്ട് കൊടുക്കുന്നു. ഡേറ്റ് ഇഷ്ടമുള്ള ഡേറ്റ് ഇടാം, അല്ലെങ്കിൽ അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതിയിടാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതിയാൽ മതി കേട്ടോ. പിന്നെന്താണ്? എത്ര മണിക്കാണ്? ഇവിടെ രാവിലെ ആണല്ലോ പ്രദർശനം ഉണ്ടാവുക. അപ്പൊ സുബഹാണ്. സുബഹ് എന്ന് വെച്ചാൽ എന്താണ്? രാവിലെ എത്ര മണിയാണ്? നോക്കിക്കേ, ഒരു 11 ബജെ എന്നാണ് 11 മണിക്കാണ് ഉള്ളത്. ഓക്കെ, ടൈമും മക്കൾ എഴുതിയിട്ടുണ്ട്. ടൈം എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നോക്കിക്കേ, എവിടെ വെച്ചിട്ടാണ് കാര്യം നടക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സ്കൂൾ സഭാഗൃഹ, സ്കൂൾ സഭാഗൃഹം എന്ന് വെച്ചാൽ സ്കൂൾ ഓഡിറ്റോറിയം. എന്നിട്ട് എന്താണ്? GUP സ്കൂൾ സൈലം, GUP സ്കൂളിനോ AUP സ്കൂളിനോ LP സ്കൂളിനോ എന്തെങ്കിലും ഒരു സ്കൂൾ എന്ന് എഴുതി വെക്കുക. സ്കൂളിന്റെ പേര് എഴുതേണ്ടവർക്ക് സ്കൂളിന്റെ പേര് എഴുതാം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ സ്കൂളിന്റെ പേര് മാത്രമെങ്കിലും, സഭാഗൃഹം ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്കൂളിന്റെ പേര് എന്തായാലും എന്റെ മക്കൾ എഴുതിയിട്ടുണ്ടാവും. എന്താണ്? പ്ലേസ്, ഒരു പ്ലേസ് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. കാരണം പ്രദർശിപ്പിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രദർശനത്തിന് എല്ലാവരും ക്ഷണിക്കണ്ടേ? എല്ലാവരും വായോ എന്ന് പറയണ്ടേ? അപ്പൊ സബ്കാ സ്വാഗത് എന്നുള്ളത് കുറച്ച് വലുപ്പത്തിൽ നമ്മൾ അങ്ങ് എഴുതി വെക്കാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു സാധനം മിസ് ഇവിടെ എഴുതാൻ പോവാണ്. ഏത് ക്ലബിന്റെ നേതൃത്വത്തിലാണ്? ഇവിടെ ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്? ഈ പ്രദർശനം നടക്കുന്നത്. അപ്പൊ ഈ പോസ്റ്റർ ആരായിരിക്കും ഒട്ടിക്കുക? ഹിന്ദി ക്ലബ് ആയിരിക്കും. അത് ഈ സബ്കാ സ്വാഗത് ഒക്കെ കഴിഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ താഴെ ഭാഗത്തായിട്ട് ഇത് എഴുതി വെക്കണം. ഏത് ക്ലബ് ആണ് എന്നുള്ളത്. നോക്കിക്കേ, ഹിന്ദി ക്ലബ് എന്നുള്ളത് താഴെ നിങ്ങൾ എഴുതി വെക്കുന്നു. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലബിന്റെ പേര് എഴുതിയിട്ടുണ്ടാവണം. സബ്കാ സ്വാഗത് വേണം. ഏത് സിനിമ എന്നുള്ളതൊക്കെ വേണം. ഈ ഒരു ഫോർമാറ്റ് നന്നായിട്ട് എന്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. ഇത് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരും. അപ്പൊ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതാം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.